അങ്ങനെ ഫിനാലെ വീക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഫിനാലെ വീക്കിൽ വന്ന് അല്പം പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ. മാത്രമല്ല ഈ ഫിനാലെ വീക്കിൽ ഈ റീ എൻട്രിക്ക് വന്നവരെല്ലാം ഉടനെ എല്ലാവരും എടുത്ത് പറയുന്നത് അനിമോൾ 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 എന്നുള്ള ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. മാത്രമല്ല എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അനീഷും അനിമോളും പരസ്പരം എല്ലാം പറഞ്ഞ് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇനി അങ്ങനെയില്ല, എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു, ചേട്ടന് ഞാനൊരു ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ, അത് അവിടെ പ്രശ്നം തീർന്നു. പക്ഷെ ഈ റീ എൻട്രിക്ക് വന്നവരെന്താണ് കുത്തിത്തിരിപ്പാട് ഉണ്ടാക്കുന്നതിന് മനസ്സിലാവുന്നില്ല. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ഇനി ഫിനാലയിലേക്ക് വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഫിനാലെ വീക്കിലെ ആദ്യത്തെ ഡേയുടെ റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇതിൽ ആദ്യം തന്നെ മോർണിംഗ് സോങ്ങിന് ശേഷം 6 days to go എന്ന് അവിടെ എഴുതി ഒട്ടി അവിടെ അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ആദിലും നൂറയുടെ ടോക്കാണ്. എന്നിട്ട് അവർക്ക് നല്ല പേടിയുണ്ട്. അതായത് പോവോ വരോ ഇല്ലയോ എന്നുള്ള പോവോ നിൽക്കോ എന്നുള്ള ഒരു പേടിയുണ്ട് അവരെ. അപ്പൊ അത് അവർ പരസ്പരം ഷെയർ ചെയ്യണം. ഇതിനുശേഷം നെവിൻ എന്ത് ചെയ്തു? അവര് കിച്ചണിൽ അനിമോളും അനീഷും നെവിനും കൂടെ പണിയെടുക്കുമ്പോൾ നെവിനാണെങ്കിൽ നല്ല ഫീമെയിൽ വോയിസിൽ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. നെവിൻ അവിടെ എന്തോന്ന് കുടജാദ്രിയിൽ അങ്ങനത്തെ ഒരു പാട്ടില്ലേ, ആ പാട്ടിരുന്ന് പാടുന്നുണ്ട്. ഇത് എന്തോന്നാണ്, ഇടയ്ക്ക് അനിമോളാണെങ്കിൽ കുക്കറിന്റെ വിസിലൊക്കെ വേടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്, പക്ഷെ പാടുന്നുണ്ട്. നെവിൻ നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, അനീഷ് പറയാൻ നിർത്താൻ പറയാം. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം തോന്നി, ഞാനത് പറഞ്ഞു, അത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല, പ്രശ്നം അവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. ആൻഡ് ഇതിനുശേഷം ഊനാലി ഇരുന്നിട്ട് അനീഷും അനിമോളും കൂടെ സംസാരിക്കുകയാണ്. അപ്പം അനീഷും അങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ഇഷ്ടം തോന്നി, അത് ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞു. അപ്പം അനിമോള് പറയാണ്, എനിക്ക് ചേട്ടനൊരു സഹോദരനായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ ചേട്ടാ എന്ന്. ഇത് പരസ്പരം അവരെങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എല്ലാം പറഞ്ഞ് ഒതുക്കുന്നുണ്ട്. എല്ലാം അത്യാവശ്യം ഇനിയൊരു ടോക്ക് വേണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞ് തീർക്കുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് നെവിന് അതിലേയും കൂടെ സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോയിട്ടൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒളിച്ചിരുന്ന് കേൾക്കുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ബിഗ് ബോസ് വിളിച്ചിട്ട് പറയാണ്, ഇനി ഫിനാലെ വീക്കിലായിട്ട് വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും ഡയറക്ട്ലി നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ഈ സീസൺ 7 ഈ 7ാം പതിപ്പിലെ 7ാം സീസണിലെ അവസാനത്തെ 7 പേര് ടോപ്പ് 7 ആണെന്ന് ബിഗ് ബോസ് പറയാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാവരും നോമിനേറ്റഡ് ആണെന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം അപ്പാനിയുടെ എൻട്രിയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പാനി തിരിച്ചു കയറിയാണ്, മറ്റേ പുലിയുടെ മാസ്ക് ഒക്കെ ഇട്ടുണ്ട്. അപ്പാനിയുടെ എൻട്രിയാണ്. സോങ് കേൾക്കുമ്പോൾ എല്ലാവരും ഓടിച്ചിടുമ്പോൾ അപ്പാനി എൻട്രിയാണ്. അപ്പാനി പക്ഷെ ആരോട് പക്ഷാഭേദോ ഒന്നും അപ്പാനി കാണിക്കുന്നില്ല. അപ്പാനി കയറി വന്ന് എല്ലാവരും, അനിമോൾ ഉൾപ്പെടെ എല്ലാവരും ഹഗ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അനിമോളോട് നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചിരിച്ചാണ് അപ്പാനി എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. തുറന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഈ നാളെ മാറോ ഇല്ലെന്ന് അറിയില്ല. പിന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം അക്ബറും അപ്പാനിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അവർ പരസ്പരം അവരുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. അതിനൊക്കെ ഉറുതി കൊടുത്തു പറയാൻ ഞാൻ വായടുപ്പിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. അവർ പരസ്പരം കരയുന്നുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവിടെ കാണാം അപ്പാനി അക്ബറുമായിട്ട്. ഇതിനുശേഷം സരികയും ഷാരികയും കൂടെ കയറുകയാണ്. ഷാരിക നമ്മുടെ കൺഫെഷൻ റൂം വഴിയും സരിക സ്റ്റോർ റൂം വഴിയും. ആദ്യം സരികയാണ് വരുന്നത്. ഇതിനുശേഷം ഷാരിക അവിടെ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവര് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത, പക്ഷെ നന്നായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. മെയിൻ കാര്യം PR-ന്റെ കാര്യമാണ് പറയുന്നത്. അതിലേക്ക് വരാം. ഇതിനുശേഷം ഇതിനുശേഷം മുൻഷിയുടെയും ബിൻസിയുടെയും ശൈത്യയുടെ ഒക്കെ എൻട്രിയാണ്. ഇതിൽ സാരികയും ഷാരികയും കൂടെ എല്ലാവരുടെ പോയി സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇതിനുശേഷം മുൻഷി, ശൈത്യ, ബിൻസി, ഇവരുടെ RJ ബിൻസി ഇവരുടെ എൻട്രിയാണ്. അപ്പൊ ഇവരുടെ എൻട്രിയിൽ ഇവര് എൻട്രി ചെയ്യുന്നു. ഉടനെ നമ്മുടെ മുൻഷി വന്നിട്ട് BigBossMarry.com എന്നൊക്കെ പറഞ്ഞ് അനീഷിന് കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ശൈത്യ പോയിട്ട് ആദ്യമേ എല്ലാവരും നല്ല സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബിൻസി പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആദ്യം കാണുന്ന സ്നേഹം മാത്രം, ഇനി അങ്ങോട്ടാണ് കളി. ഈ വന്നു കയറിയ 3 പേരാണ് മെയിൻ പ്രശ്നം. സത്യം ഞാൻ പറയാണ്,
പ്രശ്നം തന്നെ പറയേണ്ടി വരും. അത് ഒന്ന് വ്യാഖ്യാനിക്കല്. മുൻഷി അനീഷിനോട് മാരി.com എന്നിട്ടും ഇത് ഈ മുൻഷി ആണെങ്കിൽ വന്ന് ഉടനെ അനീഷിനായിട്ട് കുത്താണ്. അനീഷിന് അനുമോളുടെ പേര് അനീഷിനായിട്ട് മനഃപൂർവ്വമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിന്റെ ആവശ്യം, ഇദ്ദേഹത്തിന് എന്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാവുന്നില്ല. അവരെ പറഞ്ഞു, ഇവര് കണ്ടിട്ടില്ല, ഓക്കെ ഫൈൻ. ഇവര് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടിട്ടാണല്ലോ ഇവര് വന്നത്. ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നവരാണ്. അപ്പൊ ഇവര് എന്ത് ചെയ്യാ, മാക്സിമം ആ കാര്യം ഇവർ പറഞ്ഞു തീർത്ത് അനുമോൾ. അത് ലാലേട്ടൻ തന്നെ ക്ലോസ് ചെയ്ത കാര്യമാണ്. അത് ലാലേട്ടൻ വരെ തുറന്ന് പറഞ്ഞ കാര്യമാണ്. എന്തായാലും സാറ്റർഡേ എപ്പിസോഡ് ഇവർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ തീർന്നൊരു കാര്യത്തിന് പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ കുത്തി എനിക്ക് അനീഷിനെ വെട്ടളക്കാൻ വേണ്ടി കുത്തി പറയാം. പക്ഷെ അനീഷ് തിരിച്ചു പറയുന്നുണ്ട്, ഇതിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കാര്യമാണ്, മൂന്നാമതൊരാൾ ഇടപെടണ്ട, അവിടെ മുൻഷി വീണു. എന്നിട്ട് പിന്നെയും അത് എടുത്തിട്ട് മുൻഷി സംസാരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, അതെന്തെങ്കിലും സ്ട്രാറ്റജി ആണെന്നൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും അനീഷ് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അനീഷിന് മനസ്സിലായി ഇയാൾ ചുമ്മാ വട്ടളക്കാൻ വേണ്ടി സംസാരിക്കുന്ന മനസ്സിലായി. പക്ഷെ ഒരു ആവശ്യമില്ല, അത് അവർ പറഞ്ഞു തീർത്ത കാര്യം. ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള കാര്യം, ഈ മൂന്നാമതൊരു വേറൊരാൾ ഇടപെടേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അനീഷും അനുമോളും അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പിന്നെ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിച്ച് കുത്തിപ്പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, അത് കഴിഞ്ഞു. ആൻഡ് ഇതിനു ശേഷം ആദിലയും ശൈത്യയും കൂടെ സംസാരം ഉണ്ട്. അവരെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ ശൈത്യ വന്നതിന് ശേഷം ആദില ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ആദില നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അനുവിനെ വിട്ട ശൈത്യയുടെ കൂടെ ആദില നിൽക്കുന്നുണ്ട്. ആദിലെ നൂറേ നിൽക്കുന്നുണ്ട്. അനുമോൾ ഇങ്ങനെ ഇപ്പൊ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് അനുമോളുടെ ഗെയിം ആയിരിക്കാം ഓൾവേസ്, ബട്ട് ഓൾസോ അനുമോൾ ഒറ്റപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തുനിന്നും ഒറ്റപ്പെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ കുറച്ചു പേര് അനുമോളെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കച്ച കിട്ടി വന്നല്ലേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് ഇവരുടെ എയർപോർട്ടിൽ ഇവരുടെ ഇന്റർവ്യൂസ് ആയാലും ഇവർ കുറച്ചുപേരും, പ്രത്യേകിച്ച് ശൈത്യ, ഇതിന്റെ ക്യാപ്റ്റൻ ശൈത്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ശൈത്യ വന്ന് അനുമോളെ മനഃപൂർവ്വം ബാക്ക് സ്റ്റാബ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ശൈത്യ വന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, ശൈത്യ മനഃപൂർവ്വം അനുമോളായിട്ട് ഈ അക്ബറിന് കുരുതി കൊടുക്കും എന്ന് പറയും, അതുപോലെ മനഃപൂർവ്വം ഇട്ട് കുരുതി കൊടുക്കാൻ പോകുന്നതിനാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവ അന്ന് ഉടനെ അനുവിന്റെ പേര് എടുത്തിട്ട് വേറെ ഒന്നും ഇവർക്ക് സംസാരിക്കാനില്ല. എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇത് ചുമ്മാ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. അനുവിനെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യുക, അനുവിനെ മാക്സിമം നെഗറ്റീവ് ആക്കുക, അങ്ങനെ ചെയ്യാനാണ് ശൈത്യം നോക്കുന്നതിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ വന്ന എല്ലാവരും അനുമോൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വീട്ടിലുള്ളവരും ഇങ്ങനെ അനുമോൾ എന്ന് പറയുന്നില്ല. അതൊക്കെ നിന്ന് അക്ബർ പോലും പാട്ടിൽ നിർത്തി ഇങ്ങനെ നിന്നിട്ട് അനുമോൾ എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോള് കപ്പും കൊണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഇങ്ങനെ അനുമോളെന്ന് ജപിച്ചുകൊണ്ടിരുന്ന അനുമോള് കപ്പും കൊണ്ടു. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അനുമോളെ നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതിന് ശേഷം അപ്പാനി ബിൻസിന്റെ കാര്യം ഒക്കെ പറഞ്ഞത് ബിൻസിയും അനുവും കൂടെ സംസാരിക്കുന്നുണ്ട്. അതിനെ പറ്റി പറഞ്ഞതെല്ലാം സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതില് എനിക്ക് യോജിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് ഇവര് പറയുന്നുണ്ട്. ഈ ഷാനവാസ് രണ്ടുപേരിൽ ഒരാളാണ് ഷാനവാസ് എന്ന് ബിൻസി പറയാണ്. ബിൻസിക്ക് ഷാനവാസിനെ കണ്ടുകൂടാ കേട്ടോ. ഷാനവാസ് ഇപ്പൊ ഒതുങ്ങിയ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഷാനവാസ് ആരുടെ അങ്ങനെ വലുതായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. എല്ലാവരും അപ്പാനി വന്നതിന് ശേഷം പോയി ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യണം. ആരുടെ വലുതായിട്ടൊന്നും മിങ്കിൾ ചെയ്യുന്നില്ല. ആൻഡ് ഇതിന് ശേഷം നൂറേയും കൂടെ സരികയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ അനീഷനെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അനീഷനെ അനുവിനെ എൻഗേജ്മെന്റ് ഇവിടെ വെച്ച് നടത്താം. ശൈത്യ എന്നിട്ട് അവിടെ നിന്ന് ശൈത്യ അനുവിനെ നല്ലപോലെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട്. ഇവളെ നെഗറ്റീവ് ആക്കിയിട്ട് ഞാൻ അടങ്ങുള്ളൂ, ഇവളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് എന്നെ കട്ടപ്പാന്ന് വിളിച്ചാൽ ഇവളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്നും പറഞ്ഞ് ശൈത്യ കച്ച കെട്ടി വന്നിരിക്കുകയാണ്. ശൈത്യ നല്ലപോലെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട് അനുമോളെ. ഇവളുടെ ഈ അനീഷന്റെ ഈ ഇമോഷൻ വെച്ചിട്ട് ഇവള് ഡ്രാമ കളിക്കുകയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുകയാണ്, ഇത് വെളിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവരുടെ അനുമോളുടെ ഡ്രാമയാണെന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഡ്രാമ കളിച്ചിട്ട് അനുമോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. കട്ടപ്പ കളിച്ചിട്ട് ശൈത്യ എന്ത് ചെയ്ത്? ശൈത്യ വെളിയിറങ്ങി പോവേണ്ടി വന്നില്ലേ? അത് ശൈത്യയുടെ കുഴപ്പമില്ലേ? അതിലോട്ട് പറയാം. ഇതിന് അവിടെ ഒരു ടോക്കും അത് അനുമോളെ വെച്ച് തന്നെ ടോക്ക് നടക്കുന്നുണ്ട്.
ആൻഡ് ഇതിനുശേഷം മുൻഷിയും അനുവിനോട് സംസാരിക്കുന്നുണ്ട്. മുൻഷി പറയാണ് എനിക്ക് സീക്രട്ട് ടാസ്ക് കിട്ടിയിരിക്കുകയാണ്, എന്നെ ബിഗ് ബോസ് സാരി ഉടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എന്നെ ഒന്ന് സാരി ഉടുപ്പിക്കുക. ആ ഒരു ബോറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. എന്തോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്, ഗെയിം കളിക്കാൻ വന്നവരാണ് ഫീൽ ചെയ്തത്. പക്ഷെ ആറ് ബോറായിരുന്നു സാരി എടുത്തുകൊണ്ട് വന്നപ്പോൾ, സാരി ഉടുപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ അനുമോൾ അത് വിശ്വസിക്കുകയും ചെയ്തു. ബിഗ് ബോസ് അങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല, എങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റുമല്ലോ. ആറ് ബോറായിരുന്നു. ഇതിനുശേഷം ആ മുൻഷിയുടെ സാരിയോട് നടക്കുന്നുണ്ട്. ഇനിയാണ് മെയിൻ ശൈത്യ അനു പ്രശ്നത്തിലോട്ട് വരുന്നത്. ഗേൾസ് തമ്മിൽ സംസാരിക്കുകയാണ്. അവിടെ ആദില, അനു, പിന്നെ ശൈത്യ ഇവരൊക്കെ ഇരിപ്പുണ്ട്, സാരിക ഇവരൊക്കെ ഇരിപ്പുണ്ട്. ആൻഡ് ഇതിൽ ഈ ബാക്ക് സ്റ്റാബ് എല്ലാവരും കൂടെ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു, അനുമോളെ ബാക്ക് സ്റ്റാബ് തന്നെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ശൈത്യ ബാക്ക് സ്റ്റാബ് ടോക്കിലോട്ട് വന്നു. ഞാൻ എപ്പോഴാണ് നിന്നെ ചതിച്ചത്? അപ്പം ഇത് നമ്മളെ മസ്താനി പറഞ്ഞ കാര്യം. അപ്പം എപ്പോഴാണ് ഞാൻ നിന്നെ ചതിച്ചത്? ഞാൻ എപ്പോഴാണ് ഞാൻ സത്യമായിട്ടും ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ മണ്ടന്മാരാണല്ലോ, അതുകൊണ്ട് വിശ്വസിക്കും. സത്യമായിട്ട് ഞാൻ നിങ്ങൾ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല അനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പറയുന്നുണ്ട്, ഇമോഷണലായിട്ട് പറയുന്നുണ്ട്. ഉടനെ ഇതൊന്ന് കേൾക്കാൻ അനുമോൾ അവിടെ നെണിച്ച് പോകുമ്പം ഊനാലി വന്നിരിക്കും. ഉടനെ PR കാര്യം, നീ കൊടുത്ത PR അവിടെ ഒരു മെയിൻ വലിയൊരു കാര്യമാണ്, പുറത്തെ കാര്യമാണ്. അകത്ത് വന്ന് ഈ ശൈത്യ പറയുന്നത് PR കാര്യം എടുത്ത് പൈടാണ്. നീ കൊടുത്ത അതേ ആൾക്കാണ് ഞാനും PR കൊടുത്തത്, എന്നിട്ട് എന്നെ നിന്നെ വെച്ച് കട്ടപ്പാന്നാക്കിയിട്ട് എന്നെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എല്ലാം PR ചെയ്തെല്ലാ കുറ്റം അനുമോളുടെ തലയെ കൊണ്ട് വെക്കുന്നുണ്ട്. ബാക്ക് സ്റ്റാബ് ഒട്ടും ചെയ്യുന്നില്ല ശൈത്യ, ബാക്ക് സ്റ്റാബ് ഒട്ടും ചെയ്യുന്നില്ല ശൈത്യ. പിന്നെ ഞാൻ ഇപ്പോഴും നിന്റെ ആത്മാർത്ഥ സുഹൃത്താണ്, എനിക്ക് ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിന്നെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ അവിടെ ശൈത്യ പറയുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശൈത്യ ഇമോഷണലായിട്ട്. പക്ഷെ സത്യം പറയാലോ, ശൈത്യ ഇപ്പോഴാണ് ശരിക്കും കട്ടപ്പയായത്. അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ എന്ന് ക്ലിയർ ആയിട്ട് പറയും, ശൈത്യ ഇപ്പോഴാണ് കട്ടപ്പയായത്. ഞാൻ പറയാം സീരിയസ്ലി. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് അവരുടെ ഗെയിം കഴിഞ്ഞു, ഇവരുടെ ഗെയിം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് ഇവരെ കയറ്റി വിടുന്നതിന് ഒരു പർപ്പസും ഉണ്ട്. പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ട് ഒരു ഇത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് നോക്കുന്നത്, കണ്ടന്റ് ക്രിയേറ്റ് തന്നെയാണ് ബിഗ് ബോസ് നോക്കുന്നത്. അതാണ് ബിഗ് ബോസ് ഒരു വാണിംഗ് പോലെ കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടില്ല, അവിടെ നിന്ന് എപ്പിസോഡ് കേട്ടില്ല, ലൈവിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് ശൈത്യം അങ്ങനെ മനഃപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. മനഃപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലൂടെ തന്നെയാണ് ശൈത്യ വന്നിട്ടുള്ളത്. അത് ശൈത്യ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പൊട്ടിത്തെറിക്കുന്നത് PR കാര്യം പറഞ്ഞ അനുമോളോട് നീ കൊടുത്ത ആൾക്ക് തന്നെയാണല്ലോ ഞാൻ PR കൊടുത്തത്, എന്നിട്ട് എന്നെ കട്ടപ്പയാക്കി നാട്ടുകാരെ മുമ്പിൽ ഞാൻ നാണം കേട്ടു. ഈ നാണം എനിക്ക് പറയേണ്ടത് തുറന്നു പറയും. ഇത് അനുമോളെ അല്ലെങ്കിൽ വേറെ ആരെയും സപ്പോർട്ട് ചെയ്ത് ശൈത്യനെ ഡീഗ്രേഡ് ചെയ്യാൻ പറയുന്നതല്ല. ശൈത്യ തന്നെയല്ലേ ശൈത്യയുടെ കുഴി തോണ്ടിയത്. ശൈത്യ നന്നായിട്ട് ഗെയിം കളിക്കാത്ത എന്താ? ശൈത്യ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ തന്നെയാണ് നോക്കിയത് 100%. ഇത് ആദിലെ വിശ്വസിക്കുന്നില്ല, ആദിലേക്ക് പുറത്തിറങ്ങുമ്പോൾ ആദിലേക്ക് വിശ്വാസമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ശൈത്യ മനഃപൂർവ്വം അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ തന്നെയാണ് നോക്കിയത്. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതൊക്കെ പറഞ്ഞ് എന്നിട്ട് അനുവിന്റെ ഇതില് ബിൻസി പറയുന്നുണ്ട്, ഇതില് സാരിക നമ്മുടെ കലാപൻ സാരിക വന്നിട്ട് സംസാരിക്കാൻ അനുമോൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് അനുമോള് അവിടെ ഇരുന്ന് ഡ്രാമ കളിക്കുകയാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായി അനുമോളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. കാരണം അനുമോക്ക് മനസ്സിലായി ഇത് എന്നെ ഇടിച്ചു താത്താൻ വേണ്ടിയിട്ടുള്ള വിളിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ സാരിക വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, അനുമോളോട് സംസാരിക്കുന്നുണ്ട്, സാരിക വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ബിൻസി പറയുന്നുണ്ട് ഇവള് പറഞ്ഞ ഒരൊറ്റ ഡയലോഗില് ഞാൻ പുറത്ത് നെഗറ്റീവായി എന്ന്, ഇറങ്ങിയതിനു ശേഷം പറഞ്ഞ ഒറ്റ ഡയലോഗിൽ ഞാൻ പുറത്ത് നെഗറ്റീവായി എന്ന് RJ ബിൻസി പറയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത്ര വലിയ ഡീഗ്രേഡിങ് RJ ബിൻസിക്ക് ഉണ്ടായോ? എനിക്ക് തോന്നുന്നില്ല. വലിയ ഡീഗ്രേഡിങ് ഈ ആരെ പറ്റിയിട്ട് എന്തോന്നാണ് അനുമോക്ക് കിട്ടിയ അത്ര ഡീഗ്രേഡിങ് ഒന്നും അതിന്റെ ഒരു അംശം പോലും RJ ബിൻസിക്ക് ഉണ്ടായത് എനിക്കറിയില്ല. പേഴ്സണലി എനിക്കറിയില്ല. ഞാൻ ഇതിലൂടെ നോക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. ഇതിനെന്താണെന്ന് റീസൺ എന്ന് എനിക്കറിയില്ല, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അറിയില്ല. ആൻഡ് ഇതിനുശേഷം RJ ബിൻസി നമ്മുടെ RJ ബിൻസിയും മുൻഷിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. മുൻഷി ഇവിടെ ആണെങ്കിൽ സാരി കൊടുത്തിരിപ്പുണ്ട്, RJ ബിൻസി അനു സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് ഇവിടെ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിവിടെ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ?
ഇല്ലല്ലോ. അത് എന്റെ ആത്മാർത്ഥതയാണ്, എന്നെ വിശ്വാസ കാര്യമാണ്, അത് എന്റെ മാന്യതയാണ്. എനിക്ക് പുറത്ത് പറയുന്നല്ലോ ഇവിടെ നാണം കിടന്ന് ഞാൻ ചെയ്തോ, ഇത്രയും പറഞ്ഞല്ലോ ഞാൻ ചെയ്തോ, ഇല്ലല്ലോ. ഇത് എപ്പോഴും ഉള്ളതാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ആര്യന്റെ എന്തോ ക്രഷിന്റെ കാര്യമോ ലൈനിന്റെ കാര്യം ഇതൊക്കെ ശൈത്യ തന്നെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് എന്റെ ഓർമ്മ. ശൈത്യ തന്നെയാണ് ആര്യനോട് പറഞ്ഞതാണ് കേട്ടോ. കാരണം പല പ്രാവശ്യം ഈ അനുവിന്റെ കാര്യം പറഞ്ഞിട്ട്, കാരണം ആ സമയത്ത് അനുമോൾ അങ്ങ് പീക്ക് നിൽക്കുന്ന സമയമാണ് ഗെയിം. അപ്പം ശൈത്യ ഇങ്ങനെ പോയിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടല്ലോ എല്ലായിടത്തും. ബാക്ക് സ്റ്റാബ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആരെന്ത് പറഞ്ഞാലും ശരി, ബാക്ക് സ്റ്റാബിനെ ശൈത്യ അനുമോള ചെയ്യുന്നത് ബാക്ക് സ്റ്റാബ് തന്നെയാണ്, ബാക്ക് സ്റ്റാബ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു സമയമാണ് അപ്പോഴിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെ എനിക്ക് പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ബിൻസി തിരിച്ചു പറയുന്നുണ്ട്, അന്ന് അപ്പാനിയുടെ എന്റെ പേരെ വെച്ച് പറഞ്ഞത്. അപ്പൊ അത് എനിക്ക് വളരെ നെഗറ്റീവായി എന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് അതിന് ഞാൻ മാപ്പ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ തെറ്റാണ് എന്ന് പറഞ്ഞ് അപ്പാനിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു. അങ്ങനെ സംസാരിക്കാവുന്ന കേസാണ്. ശൈത്യ അവിടെ ഡ്രാമ കളിച്ചാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതിന് ശേഷം അവരോട് സംസാരിക്കുന്നത്, ഇതിന്റെ ബിന്നിയും ശൈത്യയും കൂടെ സംസാരിക്കണം. അപ്പൊ ശൈത്യയോട് പറയും, അനുമോള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബിൻസി വിടാതെ ശൈത്യയോട് പോയി പറയുന്നുണ്ട്. ഇതിന് ശേഷം എന്നിട്ട് ശൈത്യ ബിൻസിയോട് പറയുന്നുണ്ട്, ഇനി അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ ജീവിതത്തിലില്ല. അടുത്ത വിഷ്വല് അനുമോളുടെ ബെഡിൽ പോയി എന്നിട്ട് അനുമോളെ സ്നേഹത്തോടെ ഉറങ്ങിക്കിടക്കുന്ന 11:30 ഉറങ്ങിക്കിടക്കുന്ന അനുമോളെ വാ സംസാരിക്കാം എന്ന് പോയി വിളിക്കുന്ന ശൈത്യനാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ അവിടെ വന്നിട്ടുള്ളത്. അനുമോളെ ഡിഗ്രി അത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം, അപ്പാനി എല്ലാവരുമായിട്ട് അപ്പാനിക്ക് ഗെയിം ഉണ്ടായിരുന്നു, അപ്പാനി ഇതുണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിരുന്നു, അനീഷിനോട് അനുമോളോട് എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഷാനവാസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പാനി എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്? എനിക്ക് ഈ ഒരു എപ്പിസോഡിൽ അപ്പാനി ഒരു തരത്തിൽ മോശമായിട്ട് ഒരു ബിഹേവിയറും അവിടെ കാണിച്ചിട്ടില്ല അനീഷിനോട് അനുമോളോട്. നാളത്തെ എപ്പിസോഡ് എന്താവും എനിക്കറിയില്ല. ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ എസ്പെഷ്യലി ശൈത്യയൊക്കെ വന്നിരിക്കുന്നത് അനുമോളെ കട്ടയ്ക്ക് നെഗറ്റീവ് ആക്കാൻ തന്നെയാണ്. വേണ്ടി തന്നെയാണ് ശൈത്യ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് 100% എനിക്ക് തോന്നുന്നതാണ്. അനുമോള് എന്നിട്ട് തുറന്ന് പറയുന്നുണ്ട് ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട്, അനീഷന്റെ ഇമോഷൻ വെച്ചിട്ട് ഇവള് കളിക്കുകയാണ്, അനീഷിന്റെ ജീവിതം വെച്ചിട്ട് ഇവള് കളിക്കുകയാണ്, ഇവള് ഡ്രാമ കളിക്കുകയാണെന്ന് ഇവർ പരസ്പരം പറഞ്ഞു തീർത്തത് ശൈത്യ അറിഞ്ഞില്ലായിരിക്കും, അതിന്റെ ബേസിലായിരിക്കും പറയുന്നത്. എന്നിട്ടും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തു എന്ന് അനീഷ് പറഞ്ഞിട്ടും ഇങ്ങനെ ശൈത്യ പറയേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ ശൈത്യ മനഃപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാം. ഇത് ശൈത്യ മനഃപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് 100%. ശൈത്യ സീരിയസ്ലി ചെയ്യുന്നതാണ്, അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ അവസാനിക്കാറായിട്ട് നേരത്ത് അനുമോളെ വിളിച്ചിട്ട് സംസാരിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മാത്രമല്ല അനുമോള് ഒളിപ്പിക്കുന്നുണ്ടാവാം, പറയാൻ മനസ്സിലാത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അനുമോൾക്ക് മനസ്സിലായിരിക്കാം എനിക്ക് എന്നെ നെഗറ്റീവ് ആക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായിരിക്കാം. അങ്ങനെ അനുമോള് ബുദ്ധിപൂർവ്വം കളിക്കുന്നതാണെങ്കിൽ അനുമോള് കളിക്കട്ടെ, ഡ്രാമ കളിക്കട്ടെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ചുമ്മാ അനുമോളെ അട്ടർ നെഗറ്റീവ് ആക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെല്ലാവരും കച്ചകെട്ടി വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ അനീഷിന് കപ്പ് വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ നെവിന് കപ്പ് വാങ്ങി കൊടുക്കുക. ആര് കപ്പ് എടുത്താലും നമുക്ക് സന്തോഷമാണ്. ഇവരെല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടാണ് ഇവരവിടെ നിൽക്കുന്നത്. നെവിനായാലും അനീഷായാലും അനുമോളായാലും ആദിലയായാലും നൂറയായാലും ഷാനവാസ് ആയാലും അക്ബർ ആയാലും, എസ്പെഷ്യലി അക്ബർ ആയാലും, ഇവരൊക്കെ നല്ലതുപോലെ ഗെയിം കളിച്ചുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ അവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? അവർ നല്ലതുപോലെ ഗെയിം കളിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. ആൻഡ് ഇവർ ശൈത്യക്കൊന്നും ഒരു തരത്തിലുള്ള ഡിഗ്രേഡും കിട്ടിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഡിഗ്രേഡും നെഗറ്റീവും ഒക്കെ കിട്ടിയിട്ടുള്ളത് അനുമോക്ക് തന്നെയാണ്. ഈ PR പേരും പറഞ്ഞ് ആ വീട്ടിൽ ഇന്ന് മുഴങ്ങി കേട്ട ഒരൊറ്റ വാക്ക് PR എന്നാണ്. ഇപ്പൊ അതും അവിടെ വീട്ടിലുള്ളവരുടെ പേരില്ല, വീട്ടിന് പുറത്തുള്ളവരുടെ പേരിൽ PR അനുമോളുടെ PR കട്ടയ്ക്കാണ്. അതാണ് പുറത്തെ സംസാരം എന്നൊക്കെ ബിൻസി പച്ചയ്ക്കാണ് പറഞ്ഞത്. പുറത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പച്ചയ്ക്കാണ് പറഞ്ഞത്. എനിവേ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. ഇനി നാളെ എന്താവും അറിയില്ല. നാളെയും കുറച്ച് പേരൊക്കെ കയറും എനിക്ക് തോന്നുന്നത്. വൈൽഡ് കാർഡായിട്ട് വന്നവരും ഇനിയും കയറാനൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. രേണുസുതി ഉണ്ട്, പിന്നെ നമ്മുടെ പ്രവീണ, മല്ലു ടെക്കി എന്നല്ലേ പേര്, അങ്ങനത്തെ
പ്രവീണും അതെ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ നാളെ കയറുമായിരിക്കും. നോക്കാം ഇനി ആരാണ്, ഇനി നാളെ ആരൊക്കെ കയറും, നാളെയും ഇനി ഇവർ അനുമോളെ വച്ചിട്ടാണോ സംസാരം എന്നൊക്കെ നോക്കാം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.